വേറെ കുറെ ഫങ്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ചെടികൾ തമ്മിലുള്ള കുറെ ഇന്ററാക്ഷൻസ്, പിന്നെ നമ്മുടെ മണ്ണിന്റെ മേളിൽ കൂടെ ഒഴുകുന്ന വെള്ളം, മണ്ണിന്റെ അടിയിൽ പോകുന്ന വെള്ളം തമ്മിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാം വീട് പണി കഴിഞ്ഞു, ബാക്കി വീടിന്റെയും കോമ്പൗണ്ട് വാളിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടി, ആ ഗ്യാപ്പിൽ എന്തെങ്കിലും രണ്ട് പൂച്ചെടി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗ്രാസ് ഇടുക, ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞു. അതാണ് നമ്മുടെ ഒരു ജനറലി നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി. അതാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പൂവും ചെടിയും കല്ലും ഫൗണ്ടനൊക്കെ വെച്ചിട്ട് വളരെ ഈസിലി ഭംഗി കൂട്ടാനായിട്ടുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേണ്ടി എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ 10 വർഷമായിട്ട് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള, അതും ലാൻഡ്സ്കേപ്പിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലെവിൻ എന്നാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞുതരും. ഒരുപാട് ഡിസൈൻസും കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളും ചെടികളും ഭംഗി കൂട്ടലും എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ. സത്യത്തിൽ എൻ്റെയും ഇപ്പം നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതങ്ങനെയല്ല. ഇതിനൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ട്, ഇതിനൊരു എൻജിനീയറിങ് സൈഡ് ഉണ്ട് എന്നുള്ളതൊക്കെ. എന്താണ് ഇപ്പോൾ നമ്മളൊരു വീട് പണിയുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റിനായാലും ഒക്കെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്താണ്? എങ്ങനെ നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാൻ പറ്റുക? സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിനകത്തൊക്കെ വീട് പണിയുന്ന ആളുകളുണ്ടാവും, പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ഡെക്കറേഷൻ എന്നുള്ളൊരു രീതിയിലാണ് ഇതുവരെ നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാം വീട് പണി കഴിഞ്ഞു, ബാക്കി വീടിന്റെയും കോമ്പൗണ്ട് വാളിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടി, ആ ഗ്യാപ്പിൽ എന്തെങ്കിലും രണ്ട് പൂച്ചെടി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗ്രാസ് ഇടുക, ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞു. അതാണ് നമ്മുടെ ഒരു ജനറലി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി. അതാണ് അത്രേ ഉള്ളൂ. പക്ഷേ ഞാനൊരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഒരു വേറൊരു രീതിയിലാണ് നമ്മളിത് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ചെറിയ വീടാകാം, ഒരു 3 സെന്റിൽ വരുന്ന ഒരു ചെറിയൊരു വീടാകാം, അല്ലെങ്കിൽ ഒരു വലിയ എസ്റ്റേറ്റ് ആകാം, ഒരു 20 ഏക്കറിൻ്റെ ഒരു എസ്റ്റേറ്റ് ആകാം, എന്തും ആയിക്കോട്ടെ. ഇത് എന്തുവാണെങ്കിലും ഇതിൻ്റെ അകത്ത് പല പ്രോസസ്സസ് ഉണ്ട്. അതായത് ഇപ്പം ഫസ്റ്റ് നമുക്ക് ആദ്യം ഹ്യൂമൻസിന്റെ കാര്യം തന്നെ എടുക്കാം. ആൾക്കാർ തമ്മിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വണ്ടി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇടണം, ആൾക്കാർക്ക് നടക്കണം, ആൾക്കാർക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണം. ഇതെല്ലാം ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ഹ്യൂമൻ ഫങ്ഷൻസ് ആണ്. ഇതല്ലാതെ വേറെ കുറെ ഫങ്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ചെടികൾ തമ്മിലുള്ള കുറെ ഇന്ററാക്ഷൻസ്, പിന്നെ നമ്മുടെ മണ്ണിന്റെ മേളിൽ കൂടെ ഒഴുകുന്ന വെള്ളം, മണ്ണിന്റെ അടിയിൽ പോകുന്ന വെള്ളം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു പീസ് ലാൻഡ് ആകാം, എത്രയോ വലുതാകാം, ഈ രണ്ടിലും ഈ എല്ലാം ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. ഈ ഇന്ററാക്ഷൻസ് എല്ലാം മനസ്സിലാക്കി ഈ ഇന്ററാക്ഷൻസ് തമ്മിൽ എങ്ങനെ നമുക്ക് അത് ബെറ്റർ ആക്കാം, എങ്ങനെ ഈ ഇന്ററാക്ഷൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീടിൻ്റെ ഓണറിന് അപ്പോൾ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലം വേണം അവർക്ക് ഇരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും. ചില ക്ലയൻസിന് അവർക്ക് ഒരു പാർട്ടി ഏരിയ വേണം എന്നുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ അവരുടെ ആ ഒരു റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ആ ഒരു സ്ഥലം നമ്മൾ ഡിസൈൻ ചെയ്യും അവർക്ക്.